ശ്രീ കുഞ്ഞാമ്പു, ഇത്രയും വലിയ ഒരു പോരാട്ടം ബി ജെ പിക്കെതിരായി രാജ്യത്ത് കോൺഗ്രസ് നടത്തുമ്പോൾ ഈ പഞ്ചായത്തിൽ പൈവളികെ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ അംഗം വന്ന് ബി ജെ പിക്കൊപ്പം കൈപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രമാത്രം കോൺഗ്രസിനെ ഈ ഒരു പോരാട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ ഇത്? കാസർഗോഡ് ജില്ലയിലെ പൈവളികയിൽ നടന്നത്, അവിടെ ബി ജെ പി കൊണ്ടുപോയ അവിശ്വാസ പ്രമേയത്തിന്, എൽ ഡി എഫിന്റെ പ്രസിഡന്റിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുപോയത്, ആ അവിശ്വാസ പ്രമേയത്തിന് അവിടെ കോൺഗ്രസിന്റെ UDF-നകത്തുണ്ടായിരുന്ന കോൺഗ്രസിൽ ഒറ്റ അംഗം മാത്രമല്ല, ആ അംഗം പിന്തുണ കൊടുത്തു. ആ പിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമീപകാലത്ത് കോൺഗ്രസിലേക്കുള്ള BJP-യുടെ പല നേതാക്കന്മാരും മുൻ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ അധ്യക്ഷന്മാരും MLA-മാരും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി തന്നെ വേണം കാണാൻ. BJP-യിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. അതിന്റെ തെളിവാണ് പൈവളിയിൽ കണ്ടത്. അത് കോൺഗ്രസിന് BJP-യെ ഒരു തരത്തിലും BJP-ക്കെതിരായി ഒരു പോരാട്ടവും നയിക്കാൻ കഴിയില്ല. BJP തീവ്ര ഹിന്ദുത്വമാണ് പറഞ്ഞത്, ഇവര് മിത ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടാണ് കാര്യം നടക്കുന്നത്. അത് പറയുന്നിടത്തോളം കാലം, ആ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിനെ ഒരാളെയും വിശ്വസിക്കാൻ കഴിയില്ല. BJP-ക്ക് ആളെ സംഭാവന ചെയ്യുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഒരിക്കലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ കുഞ്ഞാമ്പു, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നു, ഇന്ത്യയിൽ ആകമാനം അവർ പര്യടനം നടത്തുന്നു, ജനങ്ങളോട് BJP-ക്കെതിരായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സ്വന്തം അണികളിൽ എത്ര പേര് ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാസർഗോഡ് പോലൊരു സ്ഥലത്ത്, BJP-ക്ക് കുറേയധികം ശക്തിയുള്ള ഒരു സ്ഥലത്ത്, അവിടെ ഒരു കോൺഗ്രസിൻ്റെ അംഗം ഈ അവിനാശ് എന്ന് പറയുന്ന ആൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് BJP-യോടൊപ്പം ചേരുന്നത്. എത്രമാത്രം കോൺഗ്രസിന് തങ്ങളുടെ അണികളെ ഈ ഒരു മതേതര വിശ്വാസം ബോധ്യപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയില്ലേ അതിൽ? കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറയുന്നത് ഇത്രയും കാലം പറഞ്ഞിട്ട് അവർക്ക് ഒരാളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, അവരെ അണികളെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, നേതാക്കന്മാരെയും പറ്റിയിട്ടില്ല. നേതാക്കന്മാർ തന്നെ പോയി മാത്രമല്ല, ഇപ്പോ AK ആന്റണിയുടെ മകൻ പോയി, കരുണാകരന്റെ മകള് പോയി, ഇതെല്ലാം പോകുന്ന പാതയിലേക്കാണ് സാധാരണ കോൺഗ്രസ്സുകാരന് ഇപ്പൊ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ല. അപ്പൊ കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ ഒരു പാർട്ടിയായി മാറി. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് അതിൽ പങ്കെടുത്ത പലരും ജാഥ വരുന്നതിന് മുമ്പ് തന്നെ BJP-യിലേക്ക് പോകുന്ന കാഴ്ചയാണ് രാജ്യത്ത് തന്നെ നമ്മൾ കണ്ടത്. അത് തന്നെയാണ് പൈവളികയിലും സംഭവിച്ചത്. പൈവളികയിൽ LDF-ന്റെ പ്രസിഡന്റിനെ ഇതുവഴി നീക്കാൻ വന്നാണ് അവർ കരുതിയത്. പക്ഷേ LDF-ന്റെ പ്രസിഡന്റിനെ നീക്കാനും പറ്റിയിട്ടില്ല. ശരിക്കും രാഷ്ട്രീയമായി കോൺഗ്രസ് അപമാനിതരാകുന്ന ഒരു നിലയാണ് പൈവളികയിൽ ഉണ്ടായത്. ഇപ്പോൾ നമുക്കറിയാം, കാസർഗോഡ് UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധുക്കളടക്കം പലപ്പോഴും BJP-യെ പ്രകീർത്തിച്ചുകൊണ്ട് ഫേസ്ബുക്കിലടക്കം വന്നിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ശ്രീ കുഞ്ഞമ്പു, അദ്ദേഹം സ്ഥിരമായി ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മകൻ BJP-ക്ക് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയും BJP-യുമായിട്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇടക്കാലത്ത് കുറിയിടുകയും കുറി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയും നിലപാട് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാസർഗോഡ് അത് സംബന്ധിച്ച്. കോൺഗ്രസ് ഏതായാലും വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു തെളിവാണ് പൈവളിയിൽ സംഭവിച്ചത്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ജനം കാത്തിരിക്കുകയാണ് അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി. നന്ദി ശ്രീ കുഞ്ഞമ്പു.